ഇത് ശരിക്കും കോട്ടപ്പാറയിൽ നിന്ന് വലത്തോട്ട് 4 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ്. കാരക്കോട് എന്ന സ്ഥലത്താണ് ശരിക്കും ഈ പ്രോപ്പറായിട്ട് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഹൈലൈറ്റ് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇതിപ്പോൾ അതിൻ്റെ ഒരു പാസേജാണ്, ഒരു ഇരുമ്പിൻ്റെ നെറ്റ് കൊണ്ട് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്നുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണ്. 2 സൈഡിലായിട്ട് ഒരു 2 കോട്ടേജസ് ഉണ്ട്. അപ്പോൾ ആ കോട്ടേജിൽ ഒന്ന് വർക്ക് കഴിഞ്ഞ് ആൾക്കാർ താമസിക്കാൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഒന്നിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഗ്ലാസ് താഴോട്ട് നോക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. താഴെ ഫുള്ള് ഓപ്പണല്ലേ കാണാൻ, ഗ്ലാസിൻ്റെ നല്ല ഭംഗിയാണ്. നമുക്ക് അത്യാവശ്യം പേടിയാവും, ആൾക്കാർക്ക് കണ്ടാൽ പേടിയാവും, ഇത് ചില ആൾക്കാർക്ക് പേടിയാവും. ഞങ്ങളതൊക്കെ കണ്ടതിന് ശേഷം നേരെ റോപ്പ് വേയിൽ കയറാൻ വേണ്ടി പോകും. അടുത്ത അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങൾ അച്ഛൻ ഇതിനകത്ത് കയറി. ഇപ്പോൾ ഈ മരത്തിൻ്റെ ചവിട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഹുക്കുണ്ട്, ഈ പയ്യെ പിടിക്കുന്നുണ്ടല്ലോ ഹുക്ക്. അപ്പോൾ ആ ഹുക്ക് മുകളിൽ കെട്ടി നമ്മളെ അരയിൽ ഫുള്ള് സേഫ്റ്റി ബെൽറ്റൊക്കെ കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അച്ഛനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇതുവഴി മരത്തിൻ്റെ ഈ പല വഴി ചവിട്ടി ഈ റബ്ബറിൻ്റെ നമ്മളെ ടയറുണ്ടല്ലോ, ടയറിൻ്റെ മുകളിലേക്ക് ചവിട്ടി അപ്പുറം ഇതുണ്ട് ഇഷ്ടികയല്ല, ഈ മരത്തിൻ്റെ ചെറിയ പലകയുണ്ട്, അത് ചവിട്ടി അപ്പുറത്തേക്ക് കിടക്കണം. അപ്പുറത്ത് കടന്ന് റോപ്പ് വഴി അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ റോപ്പ് വഴി മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ, മറ്റേത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അച്ഛനിപ്പോൾ റോപ്പ് വഴി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതത്ര വലിയ ഹൈറ്റില്ല. അപ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു 200 മീറ്ററിൻ്റെ വേറെ അവർ പിന്നെ അവിടെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് 10-15 മീറ്റർ ഉണ്ട്, 20 മീറ്റർ ഉണ്ടാവും ആകെ ടോട്ടൽ. അപ്പോൾ നമ്മൾ വലിയൊന്ന് അപ്പുറമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കും. നല്ല രസമാണ് അത് കാണാൻ. പിന്നെ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു, പക്ഷേ അമ്മ ഇപ്പോൾ റോപ്പ് കയറി ഇങ്ങോട്ട് വരും. കാണാം, നമുക്ക് നല്ല സ്ഥലം, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഈ ഇതാ വരും. ശരിക്കും എന്ത് ഭംഗിയല്ലേ കാണാൻ. കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനത്തെ സ്ഥലം വേറൊരു സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു മുന്നേ, പക്ഷേ അത്ര വലിയൊരു ഗുണം ഉണ്ടായില്ല, ഇത്ര പോലൊന്നുമില്ല. അത് ഒരുപാട് ടിക്കറ്റിനൊക്കെ ഭയങ്കര പൈസയായിരുന്നു. എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത്ര പോലും എൻ്റെ 7 അയലത്തില്ല. ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട്, ഒരുപാട് കണ്ടമാന മീനുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തോണിയിൽ കയറാൻ വേണ്ടി തോണി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ തോണിയിലേക്ക് കയറി. പല്ലുവിന് തോണി ഇപ്പോൾ ഒരു പേടിയില്ല, പക്ഷേ എനിക്ക് പേടിയാണ്, അമ്മൂനും പേടിയാണ്. എന്താ വെച്ചാൽ എനിക്ക് നീന്താറില്ല, ഓക്കും നീന്താറില്ല. അത് ചെറിയൊരായി ഈ കുളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാത്രം പോയുള്ളൂ. തോണി അത്ര ചെറിയൊരു ഏരിയയിലുള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് പേടിയാണ്. എന്താ വെച്ചാൽ ഒരാൾ ആഴം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞാൽ പയ്യൻ, നമ്മളെ കൊണ്ടുവന്ന ഗൈഡ് പയ്യൻ. പക്ഷേ എന്നാലും എനിക്ക് പേടിയാണ്.
ഈ കുളത്തിൽ തന്നെ ഇഷ്ടംപോലെ മീനുണ്ട്. അപ്പോൾ ഈ മീനിന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിലുള്ള മീൻ തന്നെയാണ് പിടിച്ചവർ പിന്നെ ഫ്രൈ ചെയ്യുന്നതും കറി വെക്കുന്നതൊക്കെ. നല്ല രസമല്ലേ? വേറെ മീൻ വാങ്ങിക്കാനും പിടിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. ഇതുവഴി റോപ്പ് അതിലാ കമ്പി കണ്ടില്ല, ഏകദേശം 3 ടൺ വരെ വെയിറ്റ് താങ്ങാനുള്ള ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുവഴിയാണ് അച്ഛൻ ചവിട്ടി വന്നത്. നമ്മളെ റബ്ബറിൻ്റെ ടയറും ഈ മരത്തിൻ്റെ പലയൊക്കെ ചവിട്ടിയിട്ട് വന്നത്. കുറച്ച് റിസ്ക്കിയാണ്, ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് പേടിയാണ്. അച്ഛൻ മാത്രമേ കയറിയിട്ടുള്ളൂ ഇതിനകത്ത്. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അത് രസം, കാണാനൊക്കെ സുഖമായിട്ട് കാണും. നമ്മൾ വന്ന സമയത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. വെയിലുണ്ടായ സമയത്ത് നമുക്ക് സുഖമായിട്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പിള്ളേർക്ക് കളിക്കാനുള്ളതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നല്ല വെയിലാണ്, പച്ചപ്പുല്ലും നല്ല വെയിലായിരുന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് അധികം പോയില്ല. ഊഞ്ഞാലൊക്കെ ആടി. പക്ഷേ ഊഞ്ഞാലാടുന്നത് നല്ല വെയിലായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കുറച്ച് കളിച്ചു കൊടുന്നു, പക്ഷെ എന്നാലും പോരാ, എന്നാലും വെയിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്നു. രണ്ടാളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അച്ഛനും അമ്മയും. ഇനിയിപ്പം നമ്മളവിടെ എത്തിയിട്ട് വേണം അവരിങ്ങോട്ട് തോണിയിൽ പോകാൻ. അതുകൊണ്ട് കട്ട വെയിറ്റിംഗ് ആണ്. അച്ഛനമ്മയും തോണി കയറി. അച്ഛൻ തന്നെ തോണി തുഴയെന്ന് പറഞ്ഞു. തുഴ കയ്യിലെടുത്തിട്ടുണ്ട് അച്ഛൻ. ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകുന്ന പറഞ്ഞത്. എന്താ തുഴയാൻ തുടങ്ങുന്നത്? തുഴയാൻ തുടങ്ങി. ആ പയ്യൻ്റെ ധൈര്യത്തിന് പയ്യൻ കയറി. തുഴഞ്ഞ് കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിലേക്ക് തോണി പോകുന്നു. ഒരു സൈഡ് മാത്രമേ തുഴയുന്നുള്ളൂ, മറ്റേ സൈഡ് തുഴയുന്നില്ല. നോക്കെ എങ്ങോട്ട് പോകുന്നു നോക്കാം. ഇതിപ്പോൾ പൊന്തക്കാട്ടിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അച്ഛൻ തോറ്റ് പിന്മാറി തുഴ പയ്യനെ തിരിച്ചു കൊടുത്തു. അപ്പോൾ പയ്യൻ തന്നെ ഇപ്പോൾ തുഴഞ്ഞു പോയത്.